ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ എന്ന് കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിൽ ബൂത്ത് നമ്പർ 4. മകനുണ്ടായിരുന്നു. അല്ല, മകനന്ന് സ്ഥലത്തില്ലായിരുന്നു. ഭാര്യയും ഞാൻ 2020 പുറത്തു വന്ന പട്ടികയിൽ താങ്കളുടെ പേര് കാണുന്നില്ല. അത് ആ പട്ടിക കോർപ്പറേഷനിലല്ലേ? അല്ല, ഞാൻ അതിനകത്തൊരു നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഇപ്പൊ അതിനകത്ത് 2020 വോട്ടർ പട്ടികയിൽ പേരില്ല, 23 കരട് വോട്ടർ പട്ടികയിലും പേരില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെ 2020 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ്. അല്ല, ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ 2020 വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും മലാപ്പുറം ഡിവിഷൻ. അതെ, 4-ാം ബൂത്തിൽ. അതായത് ക്രമ നമ്പർ പറയുന്നത് ഇപ്പം അതിനകത്ത് ക്രമ നമ്പർ, അതായത് 8ാം വാർഡിലെ ക്രമ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 170 മുതലുള്ള ക്രമ നമ്പറാണ് വരുന്നത്. ആ 170 മുതലുള്ള ക്രമ നമ്പറിൽ 170ാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ്. 72 എന്ന് പറയുന്നത് സരസു, അവരുടെ ഭർത്താവിന്റെ പേര് ബാലൻ എന്നാണ്. പിന്നെയുള്ളത് 74 സരസ്വതി, പിന്നെ രതീഷ്, ബാലൻ നായർ, രാജൻ. ഇതാണ് താങ്കളുടെ വീടിന് ചേർന്ന് കിടക്കുന്ന മറ്റു വോട്ടർമാരുടെ പേര്. അവിടെ ഒന്നും താങ്കളുടെ പേര് കാണുന്നില്ല. അപ്പൊ എന്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുമായിരുന്നു. അല്ല, എന്താണ് അപ്പൊ സംഭവിച്ചത്? എനിക്ക് എങ്ങനെയാണ് അറിയാം? ഞാൻ വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എന്റെ മോനെ ഞാൻ പട്ടിക ആരെങ്കിലും കോർപ്പറേഷനിലല്ലേ? കോർപ്പറേഷനിലല്ല, ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? ഹലോ, ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? അത് നീക്കം ചെയ്തിരിക്കുന്നതാണ്. അവർ തമ്മിൽ ഇപ്പോൾ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് 20 പട്ടികയാണെങ്കിലും ഞാൻ ഈ രാജേഷിൻ്റെ ഈ കൗൺസിലർ സ്ഥാനത്തേക്കുള്ളതിൽ ഞാൻ എറണാകുളത്തേക്ക് രാജേഷിന് അസലായിട്ട് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്ത് പോയതാണ്. ഇതിനകത്ത് രാജേഷ് ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ കൂടി ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടി കേട്ടോ, ഇതിനകത്ത് ഇപ്പം അന്ന് അതായത് 2020 മത്സരിച്ച LDF സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് വോട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അയ്യോ, ഇത് എന്തൊക്കെ കഥ ഉണ്ടാക്കാന്ന്. ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവർ പറയാം, ഞാൻ വരുമ്പോൾ ഞാൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലില്ല, രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരാത്ത നമ്മളെ പൗരന്മാർക്ക് വോട്ട് വേണ്ടേ? അപ്പോൾ വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് വോട്ട് വേണ്ടേ അവിടെ? അത് എൻ്റെ അവകാശമല്ലേ? അല്ല, ഈ വോട്ട് ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ പ്രാദേശിക ഘടകങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടെ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ഉറപ്പിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട്. അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അല്ലാത്ത ആളുകൾ സ്വന്തമായി വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാമല്ലോ, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു വിമർശനം വെച്ചാൽ എൻ്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്ത് രാജേഷ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകൻ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ മരുമകളെ ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവൾ ഇവിടെ ഇല്ല, അവൾ ഖത്തറിലാണ്, ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ല എന്ന് പറയും. അത്ര ശ്രമം നടത്തിയ ആളാണ് രാജേഷ്. രാജേഷാണ് സ്ഥാനാർത്ഥിയാണ് സമയത്ത്